നിത്യസ്വരൂപന ഈശ്വരാനിൻ കടൽ ഭക്തിയോടടിയങ്ങൾ കൈതൊഴുന്നേ പോറ്റണമേ ദാസരെ നീ സദാ മാറ്റണേ മാനസ് കൂരിരുൾ നീ നന്മ നിലയമാ തിന്മ സംഹാരക കന്മഷമാകവേ മാറ്റണമേ. സ്വാഗതം ആശംസിക്കുന്നതിനായി മുൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിയും വിദ്യാധനം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയും ഇപ്പോൾ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുമായ പ്രൊഫസർ കെ വി തോമസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA ഉണ്ണികൃഷ്ണൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ കാശി വിശ്വനാഥൻ, ഈ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന എറണാകുളം ജില്ലാ കൃഷി വികസന കേന്ദ്ര പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഷിനോസ്, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് അതിമനോഹരമായ പ്രാർത്ഥനാ ഗാനം ആലപിച്ച ടീച്ചറെ അഭിനന്ദിക്കുക. ഈ പദ്ധതി തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ മേൽനോട്ടത്തിൽ എറണാകുളം ജില്ലാ കൃഷി വികസന കേന്ദ്രത്തിന്റെ നടത്തിപ്പോടുകൂടി നമ്മുടെ എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ 20 വിദ്യാലയങ്ങൾക്കാണ് കൃഷിയിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് വേണ്ടി കാർഷിക വൃത്തിയുടെ മാഹാത്മ്യം അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി ആരംഭിച്ചു. അങ്ങനെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന കാർഷിക മേഖലയെ കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ കുട്ടികൾക്ക് അവരവരുടെ വീടുകളിലും ഗ്രാമങ്ങളിലും നടപ്പിലാക്കാൻ കഴിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന് സ്പോൺസർഷിപ്പ് നൽകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചിൻ റിഫൈനറി, അദാനി ഗ്രൂപ്പ് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളാണ് ഈ പ്രോജക്റ്റിന് ആവശ്യമായ സഹായം നൽകുന്നത്. ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രയാണ്. ഈ വർഷം 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ KVK തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ 10 വിദ്യാലയങ്ങളും വൈപ്പിനിലാണ് വന്നത്. ഉണ്ണികൃഷ്ണന്റെ രാജ്യമായിട്ടാണ് തോന്നുന്നത്. മറ്റ് 6 നിയോജകമണ്ഡലങ്ങളിലാണ്. ഇവിടെ ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഇവിടുത്തെ സ്റ്റുഡന്റ് പോലീസിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായി കുട്ടികളോട് സ്റ്റുഡന്റ് പോലീസ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവരുടെ സ്വാഭാവികമായും ഇന്നത്തെ പരിപാടി ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വൈപ്പിനിലെ 10 സ്കൂളുകളിലെ പ്രതിനിധികളാണ് ഈ പദ്ധതിയിൽ ചേർന്ന. ഓരോ സ്കൂളിനും 10 ഫലവൃക്ഷ തൈകളാണ് നൽകുന്നത്. The chairman of the Cochin Port Trust, Sri Kashi Vishwanathan, has come over here to inaugurate this project. We are all happy that the Port Trust chairman himself has come over here to inaugurate this project, and I am thankful to Sri Vishwanathan and I welcome to this project. നമ്മുടെ പ്രിയപ്പെട്ട
അതിലെ ഈ കാലഘട്ടത്തിൽ വളരെ ഫലപ്രദമായി ഈ കൊച്ചു ഐലൻഡ് സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ നാളത്തെ രാഷ്ട്രീയത്തിൽ അതീതമായ ബന്ധമുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിൽ വൈപ്പിലെ വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യും. ഇവിടുത്തെ മറ്റു ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ അവരെല്ലാം ഇത് സഹകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KVKയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേർന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അവരും ഇതുമായി പങ്കുചേർന്നിട്ടുണ്ട്. അവർ KVKയ്ക്കും മറ്റുള്ളവർക്കും പ്രത്യേക സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊല്ലിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു പ്രഭാതമാണിത്. തോമസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മാഷ് തന്നെ നേതൃത്വം നൽകുന്ന വിദ്യാധനം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള മഹത്തായ നിരവധി പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് ഹരിതാപമയം അതിജീവന പാഠം എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന 20 വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടം പദ്ധതി. വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കുന്നതിനും പരിസ്ഥിതിയുമായി കൂടുതൽ ഇണങ്ങാനും എല്ലാം കഴിയുന്ന ഒരു മഹത്തായ ഒരു പദ്ധതിയാണിത്. നമുക്കറിയാം, മാനവരാശി ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി അത് ആഗോള താപനത്തിൻ്റെയും പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങളുടേതുമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്നതിലും നമ്മുടെ മരങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ആ നിലയിൽ പരിസ്ഥിതിയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ആ മരങ്ങൾ. അതിൻ്റെ ഭാഗമായി നമ്മുടെ സർക്കാരിൻ്റെ, കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. ആ പദ്ധതികളിൽ തീർച്ചയായും ഹരിതാപമയം അതിജീവന പാഠം ഈ പദ്ധതികളെല്ലാം കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്ന ഒന്നാണ്. അതിന് മുൻകൈയെടുത്ത തോമസ് മാസ്റ്ററെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയും നമ്മുടെ 20 വിദ്യാലയങ്ങളിലും ഈ ഫലവൃക്ഷത്തോട്ടം അത് നമുക്ക് അതിനെ സംരക്ഷിക്കാനും നിലനിർത്താനും എല്ലാം നമുക്ക് കഴിയേണ്ടതാണ്. കുട്ടികളിൽ പാരിസ്ഥിതിക ബോധം ഉണ്ടാക്കുന്നതിനും നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യപ്രദമായ ഫലവൃക്ഷങ്ങളാണ് ഇവിടെ നമ്മൾ നൽകുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ ആരാധ്യനായ പോർട്രസ്റ്റ് ചെയർമാന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ വിനയപൂർവ്വം വഴിമാറി കൊടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിനന്ദനം. ദേശീയ കാർഷിക ഗവേഷണ കൗൺസിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റും എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവിയും ആയ ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യനെ ക്ഷണിക്കുന്നു. 2017 ആരംഭിച്ച ഒരു പദ്ധതിയാണ്. പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റാണ് ഇത്തരത്തിലുള്ള ഒരു ആശയവുമായി മുമ്പോട്ട് വന്നത്. അതിന് എല്ലാവിധ സാങ്കേതിക പിന്തുണയും നൽകുന്ന ജോലിയാണ് കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ വിത്തിട്ട് മുളപ്പിച്ച കറിവേപ്പ് തൈകൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ടായിരുന്നു ഈ പദ്ധതി തുടങ്ങിയത്, കർഷകമിത്രം പദ്ധതി തുടങ്ങിയത്. അത് 1 ലക്ഷം കറിവേപ്പ് തൈകൾ എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിലെ കുട്ടികൾക്ക് കൊടുക്കുകയും അങ്ങനെ ആ സ്കൂളുകളിലെ കുട്ടികളുടെ വീടുകളിൽ ഓരോ കറിവേപ്പ് തൈ വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടത്. അതിന്റെ കാരണം പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും അധികം വിഷാംശം കണ്ടെത്തിയിട്ടുള്ളത് കറിവേപ്പ് ഇലകളിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കറിവേപ്പിലകളാണ് നമ്മുടെ പച്ചക്കറി കടകളിൽ ഉള്ളത്. അതുകൊണ്ട് ഓരോ വീടുകളിലും ഓരോ കറിവേപ്പ് തൈകൾ നട്ട് വളർത്തി അത്രയെങ്കിലും വിഷാംശം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുന്നു എന്നുള്ളത് പോലെ
നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് കുട്ടികളിൽ അടുത്ത തലമുറയിൽ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതാണ് നമ്മൾ ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത്. അതിൽ ആകൃഷ്ടരായി വളരെയധികം കുട്ടികൾ ഇത്തരം കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് മുമ്പോട്ട് വന്നത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ ചെയ്തിട്ടുള്ള പദ്ധതിയാണ് സ്കൂളുകളിൽ ഫലവൃക്ഷ തൈകൾ കൊടുക്കുക, ഫലവൃക്ഷത്തോട്ടം വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യവും കൂടി മരം നടുന്നതിലൂടെയുണ്ട്. അതായത് നമ്മൾ മരം നടുമ്പോൾ ആ മരം നമുക്ക് വേണ്ടിയിട്ടല്ല നടുന്നത്. കാരണം ആ മരത്തിന്റെ തണൽ കിട്ടുന്നതിന് വർഷങ്ങളെടുക്കും, അല്ലെങ്കിൽ ആ മരത്തിൽ നിന്ന് ഫലങ്ങൾ കിട്ടാൻ വർഷങ്ങളെടുക്കും. അത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ നട്ട മരം അതിൽ നിന്ന് കായ പറിക്കുന്നത് നിങ്ങളുടെ അനുജന്മാരോ അനുജത്തിമാരോ അല്ലെങ്കിൽ നിങ്ങൾ വലുതായി നിങ്ങളുടെ മക്കളോ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃകയാണ്. അതായത് എനിക്ക് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു നിസ്വാർത്ഥ സേവനമാണ് മരം നടുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇത്തരം സ്കൂളുകളിൽ നടപ്പിലാകുന്ന പദ്ധതികളിലൂടെ കൃഷിയിൽ താല്പര്യം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണത്തിൽ താല്പര്യമുണ്ടാവുക, നിസ്വാർത്ഥ സേവനത്തിലൂടെ നല്ല പൗരന്മാരായി വളർന്നു വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല പൗരന്മാരായി വളർന്നു വന്ന് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പൗരന്മാരാവട്ടെ നിങ്ങളെല്ലാവരും, ഈ സ്കൂളിലെ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിൽ വൃക്ഷത്തൈ നട്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കൊച്ചിൻ പോർട്ട് ചെയർമാൻ ബി കാശി വിശ്വനാഥൻ സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായും ദീപം തെളിച്ച് നമ്മുടെ ഈ ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. Any function with respect to school and with respect to children always gives me happiness. So let me start with Mata, Pita, Guru, Deva. We are all here because of our parents, because of the blessing of the Almighty. And I thank the parents and the Almighty for making me to stand here in front of you. This function, when Professor Sir was telling me that I should come, I was wondering what is this function. But then today when I am here, I am finding the noble cause of planting the fruit-bearing trees. I think Mr. Subramanian was giving me in detail in Malayalam, so I could capture a little bit of what he have told, because I can understand a bit, but speaking will be very, very difficult, so I am continuing in English. As we all know, planting the tree, nurturing the tree takes a lot of care. It requires a lot of care. So this tree as a whole gives us a lot of life lesson. So as parents, some of you may be parents and you are all teachers, we nurture the student with values, with education, with physical fitness, with extracurricular activities, so that they will be able to gain knowledge and will be able to gain experience in all the life sciences and life skills, so that when they come out of the school,
when they enter into the college, they have the confidence, courage, and capability to be amongst various students from numerous environment and to face this college very, very confidently and boldly to come out with flying colors in the college of education. So the students gets the practical knowledge of maintaining a tree, maintaining a plant, and the plant becomes tree, and the tree when it grows, it gives sunshade and it gives first the raw fruit and then it becomes the phal or the final fruit which we all enjoy because it bears the sweetness. So the tree, different types of trees are there, each one gives its own benefit. Nurturing the tree is the gathering and gaining of skills by the students. This is what is the equation. But when you grow, when you start earning and when you start delivering, how you should be. You should be a person who is useful to the society, to the parents, to the neighbors, and to the environment. So we should be able to take care of everything. How the tree takers of all of us, when we are tired, we go to the tree for shade. When we are tired, we take the fruits and then we get our stomach full. When you want to have a raw fruit to make what you call gurga, that means pickles, you take the raw fruits. So interact with the people, how to face the challenges. Everything has to be taught to them at the young age so that they will not get perturbed when they face the real challenge outside the world. So capability, capacity, knowledge, wisdom, all we need to inculcate into the students, and two students in turn has to acquire them, assimilate them, and use them for better prospects of the future. Is covered. Any scenario is there that there will be one Tirukural which speaks about it. So at this point I wanted to give two couplets which will make the children more responsible towards parents. One is Indra Boludil, I don't know, some few of you may be able to understand, I will translate. Indra Boludil Periduvakum Tan Mahanai Sandrol in a Keta Thai. More than that, when she will feel very happy is when somebody says, this child is extremely good, is very well behaved, and he is admired by all across the spectrum, then she feels extremely happy than giving birth to the child. That is how each child should behave to make the mother happy. Mother is the ultimate of everything. Then comes father. For father also there is a couplet. Mahan, Mahan means a child. Aatrum Udavi. Mahan Dandai Aatrum Udavi. Ivan Dandai Ennotron Pol Enum Sol. That means the child, the son, what he can do, what help he can do to the father who has sacrificed everything for our growth is to get the admiration across the sector to say what Tavasya, what penance, what Tavasya this father has done to get this child of such a extreme caliber, extreme behavior, extreme knowledge. Such praise should come from the people. That praise will be the gift that will be given to the father. So as every children who are growing here under the leadership of these teachers, under the mentorship of your parents, let us all make our parents proud. Once you are able to make your parents proud, I am very sure you will grow and you will reach greater heights across the globe. Thank you so much. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളിലെല്ലാം അനുഭവത്തോടുകൂടി ഒരു അനുമോദന ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. 1937 തുടക്കം കുറിച്ച ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഈ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്ഭുതത്തോടെ ഇവിടെ നോക്കി നിൽക്കാറുണ്ട്. ഇവിടെ ജോലി ചെയ്ത എല്ലാ അധ്യാപകരുടെയും റിട്ടയർ ആയി പോയവരുടെ ഫോട്ടോകളാണ് ഈ ഇരിക്കുന്നത്. മുമ്പ് ജോലി ചെയ്ത അധ്യാപകരുടെയും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ കൂട്ടത്തിൽ സ്കൂൾ കണ്ട ഏറ്റവും മിടുക്കനായ, ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ഇപ്പോഴും ഞങ്ങൾക്കൊപ്പമുള്ള
ഇവിടെ കോമ്പയറിംഗ് നടത്തിക്കൊണ്ടിരുന്ന ജോർജ് അലോഷ്യസ് എന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ ജോർജ് സാർ. ആ ജോർജ് സാറിന്റെ ശൈല മുംബൈയുടെ കളക്ടറായിരുന്നു. മുംബൈയുടെ ശൈലിക്ക് മാത്രമല്ല നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്കും ഒരുപാട് പ്രചോദനം നൽകുന്നതിനും പഠന പ്രോത്സാഹനം നൽകുന്നതിനും ആരും അറിയാതെ ഫീസ് കൊടുക്കുന്നതിനും ഒക്കെ താല്പര്യമെടുത്ത ഒരു അധ്യാപകനാണ് ജോർജ് സാർ. നമ്മുടെ വൈപ്പിലും ഇത്തരമൊരു പരിപാടി ഉണ്ടായിരുന്നു. വൈപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൃക്ഷത്തൈകൾ നമ്മുടെ പ്രദേശങ്ങളിൽ വെച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹരിതം വൈപ്പിന് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. അത് ഏറ്റെടുത്ത് പൂർണ്ണമായും വൈപ്പിനെ നടപ്പാക്കിയത് ജോർജ് സാറാണ്. അദ്ദേഹം അന്ന് ചെയ്ത അദ്ദേഹത്തിന് ആ ഇനീഷ്യേറ്റീവ് ഒരുപാട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് എടുത്തു പറഞ്ഞു. അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് സാറിനെ ഈ ധന്യമായ വേദിയിൽ വെച്ച് അനുമോദിക്കാനായിട്ട് വിദ്യാലയം ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ അതിഥികളുടെയും നിങ്ങൾ വിദ്യാർത്ഥികളുടെയും അതുപോലെ നമ്മുടെ വിശിഷ്ട അതിഥികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അനുമോദിക്കുന്നു. അദ്ദേഹത്തിന് മെമ്മന്റോ സമ്മാനിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ ഡൽഹിയിലെ ഇപ്പോഴത്തെ പ്രത്യേക പ്രതിനിധിയുമായ ശ്രീ കെ വി തോമസ് അവർക്കെയും മെമ്മന്റോ ഏറ്റുവാങ്ങുന്നതിനായി ജോർജ് സാറിനെ ഏറെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ആശംസ പ്രസംഗങ്ങളാണ്. ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ മെമ്പർ ശ്രീ കെ ജെ ആൽബി അവരുടെ ആശംസ പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമുക്കറിയാം എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. നാടിന്റെ നട്ടലായ കൃഷി ഇന്ന് അന്യം നിന്ന് പോകുന്നു എന്നുള്ളത് വളരെയേറെ എടുത്തു പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി വിദ്യാധനം ട്രസ്റ്റ് എന്ന പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ കെ വി തോമസ് അവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക രംഗത്ത് നമ്മുടെ വരും തലമുറകളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വീട്ടുകാർക്കും വിദ്യാലയത്തിനും എല്ലാം വളരെ നല്ലൊരു ഭാവി പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കർത്തവ്യം. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടപ്പിലാക്കുന്നതിനും അതിന് വേദിയായി KPM ഹൈസ്കൂൾ തന്നെ തിരഞ്ഞെടുത്തതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിദ്യാലയത്തിന്റെ ബഹുമാനപ്പെട്ട ശ്രീമതി രത്നകല ടീച്ചറെ ആശംസ പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നമുക്ക് സമ്മാനിച്ചത്. കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റ് നടപ്പാക്കുന്ന മാതൃകാപരമായ ഒരു പദ്ധതിയാണ് വിദ്യാലയങ്ങളിലുള്ള ഫലവൃക്ഷത്തോട്ടം. ഈ പദ്ധതി കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് വരും തലമുറയോടുള്ള നമ്മുടെ ഒരു കരുതലിന്റെ പ്രതീകമാണ്. പ്രകൃതിയിൽ നിന്നും നാം എന്തെടുക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് പ്രകൃതിക്ക് നമ്മൾ തിരിച്ചെന്ത് കൊടുക്കുന്നു എന്നുള്ളത്. ആരോഗ്യ സംരക്ഷണം അത്യന്താപേക്ഷിതമായ ഈ കാലത്ത് ഈ പദ്ധതി വളരെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി സാറിന്റെ വിദ്യാധനം ട്രസ്റ്റ് നടപ്പിലാക്കുന്ന ഈ നന്മയുള്ള ശ്രമം വിജയകരമായി മുന്നേറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പരിപാടിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കൊച്ചിൻ കോപ്പ് ട്രസ്റ്റിനും പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. പച്ചപ്പ് സംരക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക എന്ന സന്ദേശം നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരിക്കൽ കൂടി ഈ മഹത് സംഘടനത്തിന് ഹൃദയംഗമായ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വിദ്യാലയത്തിന്റെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ പ്രസോദ് അവരെ ക്ഷണിക്കുന്നു. ഭൂമിയെ പച്ചണിയിപ്പിച്ച് സംരക്ഷിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ഹരിതപാഠവുമായി കെ വി തോമസ് മാഷ് സംഘടിപ്പിക്കുന്ന ഫലവൃക്ഷത്തോട്ടം പദ്ധതി നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ 20 സ്കൂളുകളിൽ 10 സ്കൂളും
നമ്മളുടെ ഈ വൈപ്പിൻ മണ്ഡലത്തിലാണ് മാഷ് അനുവദിച്ചിട്ടുള്ളത്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ പുതുതലമുറ ഹൈടെക് രീതിയിൽ ഉൾപ്പെടെ പോകുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള അവസരം നൽകുന്ന ഈ രീതിയിലുള്ള പദ്ധതികളുമായി പോകുന്ന മാഷിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മാഷ് ഇതുപോലുള്ള കൂടാതെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ ട്രസ്റ്റ് മുഖേന നടത്തി മുന്നോട്ട് പോകുന്ന മാഷിനെ പ്രത്യേകം ഈ സ്കൂളിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുള്ള മുഴുവൻ പേരെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരും ഇന്നത്തെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരിതാഭമയം അതിജീവന പാഠം എന്ന ഈ ഒരു പദ്ധതി, ഇത് 20 വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടത്തിന്റെ പദ്ധതിയാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. ഇത് ആരംഭിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇതിനെ പരിപാലിക്കേണ്ടത് ആരാണ്? നിങ്ങൾ ഓരോരുത്തരാണ് നിങ്ങളുടെ അതത് വിദ്യാലയങ്ങളിലെ ഈ ഫലവൃക്ഷത്തോട്ടങ്ങൾ പരിപാലിക്കുകയും അതിനകത്തില് ഫുട്ബോൾ അടിച്ച് അതേലോട്ട് അടിക്കാതിരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ പാഠ്യപദ്ധതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളായാലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഒരു 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. അത് ഇപ്പൊ ഈ ഒരു പദ്ധതി നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വെൻ, വേർ, ഹൗ, വൈ, ഹൗ മച്ച്, ഈ ഒരു ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായി. സാധാരണഗതിയിൽ നമ്മൾ കുട്ടികൾ എപ്പോഴാണ് നടുന്നത്? നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ വീടുകളിലൊക്കെ നടുന്ന ഫലവൃക്ഷത്തേക്ക് മഴയോടനുബന്ധിച്ചാണ്. മഴയ്ക്ക് തൊട്ടും മെയ്, ജൂൺ മാസങ്ങളിൽ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലാണ് നടുന്നത്. പക്ഷെ നമുക്ക് നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിൽ ഏത് സമയം ഇത് നടാം. പിന്നെ അത് വെൻ, വേർ, എവിടെയാണ് നടുക? നല്ല വെയിലും വെളിച്ചവും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നടാം. വെള്ളത്തിന്റെ സൗകര്യം വേണം, വെയിൽ കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള എവിടെ നടണമെന്നുള്ളത്. ഹൗ, എങ്ങനെ നടണം? ഇന്ന് നിങ്ങൾ നട്ടത് കണ്ടു, കുഴിയൊക്കെ എടുത്തിട്ട് അല്ലെ, കുഴിയൊക്കെ എടുത്ത് അതിനകത്തില് ഇതൊക്കെ ഇട്ട് ആദ്യം അടി വളങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അത് നട്ടത്. മണ്ണ് കൂടെ തൈകൾ അതിനകത്ത് വെച്ചു, പിന്നെ അതിനകത്ത് മണ്ണിട്ട് അങ്ങനെയാണ് നട്ടത്. പ്രസംഗം നടത്തിയപ്പോൾ ശ്രീ വൈദ്യുതി ശ്രീ കെ ഉണ്ണികൃഷ്ണൻ സാറിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് മുഖ്യ അതിഥിയായിട്ട് എത്തിയ ശ്രീ പി കാശി വിശ്വനാഥൻ, ചെയർമാൻ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആണ്. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നു. കുട്ടികൾ, നിങ്ങൾ സമൂഹത്തിൽ ഒരു നല്ല ആൾക്കാരായി വളരണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കൾ ഗുരു ദൈവം എന്നുള്ള വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി. മാതാപിതാക്കളെ എത്രത്തോളം ബഹുമാനിക്കണം എന്നുള്ളതിന്റെ തിരുപ്പുകളിൽ നിന്ന് 2 ശ്ലോകങ്ങൾ പറഞ്ഞ് അദ്ദേഹം എക്സാമ്പിൾസ് പറഞ്ഞ് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള ഈ മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്ന അദ്ദേഹത്തോടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ബി കാശി വിശ്വനാഥൻ സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയുന്നു. അടുത്തായിട്ട് സ്വാഗത പ്രസംഗം പറഞ്ഞ പ്രൊഫസർ കെ വി തോമസ് സാറിനോടാണ്. സാറിന്റെ ഒറ്റ ഒരാളുടെ താല്പര്യം കൊണ്ടാണ് ഇതുപോലുള്ള പദ്ധതികൾ നടക്കുന്നത്. സുബ്രഹ്മണ്യൻ സാർ സംസാരിച്ചപ്പോൾ 2017 തൊട്ട് വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ പല കൃഷി മേഖലയിലുള്ള പല പദ്ധതികളും 2017 തൊട്ട് ആഫ്രിക്കൻ ഒച്ചില നിവാരണത്തിനായിട്ടുള്ള ഒരു ക്ലാസുകൾ ആദ്യം നടത്തുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഇങ്ങനെ തൈകൾ നൽകുന്ന പരിപാടി, അങ്ങനെ പല പ്രോഗ്രാംസ് പല സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ പ്രോഗ്രാംസ് ചുരുക്കാൻ പിടിക്കുന്നത് പ്രൊഫസർ കെ വി തോമസ്, കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി. പ്രൊഫസർ കെ വി തോമസ് വിദ്യാധര ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായിട്ടുള്ള പ്രൊഫസർ കെ വി തോമസ് സാറിനോടുള്ള അഗൈതവുമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആൻഡ് ഹെഡാണ് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സേവന്മാരുടെ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആൻഡ് ഹെഡാണ്. അദ്ദേഹം വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ വഴി നടപ്പിലാക്കിയ പദ്ധതികൾ 2016-17 കാലഘട്ടം തുടങ്ങി നടപ്പിലാക്കിയ പദ്ധതികളെ വിശദീകരിച്ച് പറയുകയുണ്ടായി. ഈ പ്രത്യേക പദ്ധതി 20 വിദ്യാലയങ്ങളിലെ ഫലവൃക്ഷത്തോട്ട പദ്ധതിയുടെ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള നന്ദി, നിസ്സീമമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ആശംസകൾ അറിയിച്ച്
ശ്രീ KJ ആൽബി വാർഡ് മെമ്പർ, ഇടവലക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ, അദ്ദേഹവും നല്ല ഒരു ആശംസ ഇവിടെ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയിക്കുകയുണ്ടായി. ശ്രീമതി രത്നകല HSS SDPY ഹൈസ്കൂൾ, മാഡത്തിന്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയാകാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് അറേഞ്ച്മെന്റ്സിന് വേണ്ടി എന്ത് കാര്യത്തിനെന്ന് വെച്ചാൽ വളരെ പോസിറ്റിവിറ്റിയോട് സംസാരിക്കുന്നവരാണ്. സംസാരിച്ചിട്ട് കണ്ടു. അപ്പൊ മാഡത്തിന്റെ കൂടെയുള്ള ടീച്ചേഴ്സിന് മാഡത്തിന്റെ എത്ര സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് കാണുന്നത് അറിയാം. ആ ഹെഡ് എത്രയും അവരുടെ ടീച്ചിങ് യൂണിറ്റിനെ എത്ര കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് മാഡത്തിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ശ്രീ പ്രശോഭ് PTA വൈസ് പ്രസിഡന്റ്, അദ്ദേഹം നല്ല രീതിയിൽ ഇവിടെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സിന് വളരെ, ഞാൻ പല സ്കൂളുകളിലും പോയിട്ടുണ്ട് പരിപാടികളിൽ നടത്താനും ക്ലാസ് എടുക്കാനും പോയി. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ആ ഒരു എനർജി, ഒരു പോസിറ്റിവിറ്റി ആണ്. അത് വളരെ നല്ല കുട്ടികളാണെങ്കിൽ വളരെ അക്ഷരമുള്ള കുട്ടികൾ, ടീച്ചേഴ്സ് വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരബുദ്ധിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്. ഈ സ്ഥാപനത്തിന്റെ ഒരു അനുഗ്രഹമാണത്. പിന്നെ അങ്ങനെയുള്ള നല്ല ടീച്ചേഴ്സ് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് വളരെ അച്ചടക്കമുള്ള നല്ല സ്റ്റുഡൻസ്, ബാൻഡ്, NCC കേഡറ്റ്സ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, പിന്നെ ബാക്കിയുള്ള ഗ്രൂപ്പുകൾ വേറെ സ്കൂളിൽ നിന്ന് വന്ന ഗ്രൂപ്പുകളുമുണ്ട്. അവര് ആ കുട്ടികളുണ്ട്, NCC കേഡറ്റ്സ് ഉണ്ട്, വേറെ സ്കൂളിൽ നിന്ന് അവരെ ഞാൻ അനുഭവിക്കുന്നു. ഇവിടെ എത്തിച്ചേർക്കുന്ന മീഡിയ പേഴ്സൺസ്, മീഡിയ പ്രതിനിധികള്, നമ്മുടെ ജനപ്രതിനിധികള്, മീഡിയയുടെ പ്രതിനിധികള്, നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് തന്ന ആൾക്കാര്, അതോടൊപ്പം തന്നെ KVKയുടെ പ്രവർത്തകര്, വിദ്യാധന ട്രസ്റ്റിലെ പ്രവർത്തകര്, ഇവർക്ക് ഓരോരുത്തർക്കും നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിന് സ്പോൺസർഷിപ്പ് തന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡും അദാനി ഗ്രൂപ്പുമാണ് മെയിനായിട്ട് ഇതിന്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ളത്. വേറെ സ്പോൺസേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയിനായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡും അദാനി ഗ്രൂപ്പുമാണ് ഈ പരിപാടിയുടെ പദ്ധതിയിൽ. ഇനി ഒരു 10 സ്കൂളുകളിൽ ഈ പ്രോഗ്രാം നടത്താനുണ്ട്. പക്ഷേ ഈ ഒരു നല്ല തുടക്കം നമുക്കിവിടെ ഈ SDPY ഹൈസ്കൂളിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അതിനുവേണ്ടിയുള്ള നന്ദിയെ ഓരോരുത്തർക്കും ഞാൻ അറിയിക്കുന്നു. പിന്നെ ഇവിടെ 2 പേർക്കുള്ള നന്ദി പറയാനായിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ ഇന്ന് നമ്മൾ ആദരിച്ച സാർ ജോർജ് അലോഷ്യസ് സാർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് MC ആയിട്ട് നിന്ന് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞാൻ വളരെ കുറച്ചുണ്ട്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് MC അത് സാർ കൃത്യമായിട്ട് അത് അദ്ദേഹം ജോലി നിർവഹിച്ചു. സാറിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പ്രൊഫസർ KV തോമസ് സാർ പ്രസംഗം തുടങ്ങിയതിന് ഒരാളെ അനുബന്ധിച്ചാണ് ഇവിടെ ആദ്യത്തെ പ്രാർത്ഥന പാടിയ മ്യൂസിക് ടീച്ചർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ശ്രുതി മധുരമായിട്ടുള്ള ആ പ്രാർത്ഥന വന്നു ചേർന്ന ഓരോരുത്തരോടും മീഡിയ പേഴ്സൺസ്, ബാക്കി ഇവിടെ ഓർഗനൈസിംഗ് ചെയ്യുന്ന എല്ലാവരോടും നന്ദി ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം.